ഹായ്, ഞാൻ സരിത. അപ്പോൾ ഇന്നത്തെ കാർത്തൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ വാങ്ങാൻ പോയി. നല്ല ഫ്രഷ് ഇപ്പോൾ കൊണ്ടുവന്ന ചിക്കനാണ്. അപ്പോൾ കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചു. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക്, അതുപോലെ നമ്മളെ കറിവേപ്പില, ഒരു നാരങ്ങ. ഇത്രയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുളകും കുരുമുളകും വേറെ തന്നെ പൊടിച്ച് ലാസ്റ്റ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം ഒന്നിച്ച്, പൊടിയെല്ലാം ഒന്നിച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് നന്നായി ജാറിലടിച്ച് എടുത്ത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എണ്ണയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ അതിലേക്ക് നന്നായി ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ചിക്കൻ. ഈ നാരങ്ങ നീര് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് എണ്ണയും കൂടി കൊടുത്തു. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച ചിക്കൻ നന്നായി ഇതിനെ മുറിച്ച് നല്ല കുത്തിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഇതിൻ്റെ പേസ്റ്റൊക്കെ ഇതിൽ പിടിക്കൂലല്ലോ, ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ എല്ലാം മുറിച്ച് അതിന് പീസ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്കെല്ലാം മസാല പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മുറിച്ച് വെച്ചത്. അങ്ങനെ മസാലയിൽ നന്നായി ചിക്കനെ കുളിപ്പിക്കുന്നുണ്ട്. എനിക്ക് നന്നായി മസാല പുരട്ടി വെച്ചു. ഇനി ഇത് അതിലേക്ക് നമ്മൾ മുളകും അതുപോലെ കുരുമുളകും ഒന്നിച്ചിട്ട് ചെറിയ തരിതരിയായിട്ടുള്ളത് അത് പിടിച്ച് കൊടുത്തത് ലാസ്റ്റ് മസാലയെല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം വിതറി കൊടുക്കുന്നുണ്ട്. നന്നായി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നല്ല സുന്ദരനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് മസാലയെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചു, വൈകുന്നേരമായി എടുത്തു. അപ്പോൾ കണ്ടല്ലോ, ആണിയെല്ലാം ഇരുമ്പ് എല്ലാം തിളപ്പിച്ച് ബക്കറ്റൊക്കെ വെച്ച് തീയെല്ലാം കൊളുത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാ വിറകെല്ലാം നന്നായിട്ട് കത്തുന്നുണ്ട്. കണ്ടല്ലോ, ബക്കറ്റ് നന്നായി ചൂട് ആവുന്നുണ്ട്. നല്ല തീ കത്തിയാൽ മാത്രമേ നമ്മളെ ചിക്കൻ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായി തീയെല്ലാം കത്തി കുറച്ച് സമയം കനലിൽ വെച്ചു. കനൽ എടുത്തിട്ട് ആ ബക്കറ്റ് അതേപോലെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലേ മാത്രമേ നല്ലൊരു പാകമായി കിട്ടുകയുള്ളൂ. അപ്പം നല്ല അടിപൊളി ഇങ്ങനെ മൂക്കിലേക്ക് മണക്കുന്നുണ്ട്. നന്നായി അടിപൊളിയായി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. മുറിഞ്ഞു പോയിട്ടുണ്ട് വെന്തിട്ട്. കണ്ടല്ലോ, ഇത് അങ്ങനെ ബക്കറ്റ് ചിക്കൻ റെഡിയായി. വായിൽ വെള്ളം വരുന്നുണ്ട്. ഉണ്ടയും മീനും അല്ല കേട്ടോ, ചിക്കനും. ഉണ്ടയും ചിക്കനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഒന്ന് പരീക്ഷിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കേ.